വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്ന ഒരു മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ത്രോട്ടൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, കുറച്ച് കോൾഡ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, സൗണ്ടൊക്കെ ഒന്ന്. അപ്പോൾ ഇന്ന് ഇന്ന് തന്നെ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇടാണ് കേട്ടോ. ഇന്നത്തെ മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ മോർണിംഗിൽ ഞാൻ ചെയ്തത് കറണ്ട് അഫെയർസ് കുറച്ച് കേൾക്കുകയാണ് ചെയ്തത് കേട്ടോ. കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ആ ഒരു ചാനലിലെ ക്ലാസ്സുകൾ 1-2 ക്ലാസ്സുകൾ മാത്രം ഒന്ന് പ്ലേ ചെയ്തിട്ട് കേട്ടു, രാവിലെ തന്നെ കേട്ടു. അതിനുശേഷം നമ്മുടെ തൊഴിൽ വാർത്ത ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊഴിൽ വാർത്ത ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ തൊഴിൽ വാർത്ത എടുത്തപ്പോൾ അതിൽ കലാസാഹിത്യമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഒരു 10,000 ഫാക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഓൾറെഡി ഇന്ന് എന്താ പറയുന്നത് ടു ഡു ലിസ്റ്റിൽ കലാസാഹിത്യം ഞാൻ കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ തൊഴിൽ വാർത്തയിൽ നോക്കിയപ്പോൾ ആ സെയിം ടോപ്പിക്ക് കാണുന്നുണ്ട്. അപ്പോൾ എങ്കിൽ പിന്നെ ഞാനത് കുറച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വായിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ, ഒരുപാട് ഫാക്റ്റുകൾ ഉണ്ടായില്ല. അപ്പോൾ ഒറ്റയടിക്ക് അത് ഇരുന്ന് വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് ബോറടിച്ചു. അപ്പോൾ ഞാനത് കുറച്ച് വായിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചു, പിന്നെ വായിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അതിൽ കറണ്ട് അഫെയർസ് ഏറ്റവും ആദ്യം തന്നെ കറണ്ട് അഫെയർസും കൊടുക്കുന്നുണ്ട്, കുറച്ച് കറണ്ട് അഫെയർസും കൊടുക്കുന്നുണ്ട് ഒരു പേജിൽ. തൊഴിൽ വാർത്തയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കറണ്ട് അഫെയർസ് കൂടെ ഒന്ന് വായിച്ചു പോയി. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസ് ഒക്കെ കിട്ടണമെങ്കിൽ അത് വായിക്കാം. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു കറണ്ട് അഫെയർസ് ഒക്കെ ഏതുവരെ പഠിക്കണം എന്നൊക്കെ. അപ്പോൾ ഡിഗ്രിയുടെ ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒക്ടോബറിലായിരുന്നല്ലോ എക്സാം. അപ്പം ഒരു ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ, അല്ലെങ്കിൽ സെപ്റ്റംബർ, മാക്സിമം ഒരു സെപ്റ്റംബർ വരെ നോക്കാവുന്നതാണ് കേട്ടോ. കാരണം കഴിഞ്ഞ പ്രിലിംസിനൊക്കെ നമ്മൾ എന്താ പറയുക തൊട്ട് വരെയുള്ള മാസം വരെയൊക്കെ ക്വസ്റ്റ്യൻസ് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 2-3 മാസം മുൻപ് വരെ എന്ന് പറയുന്നതിൽ ഇപ്പോൾ അർത്ഥമില്ല. കാരണം ഒരു മാസം മുൻപ് വരെയുള്ളതൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഡിഗ്രി പ്രിലിംസിന് ഇപ്പോൾ ഒരു സെപ്റ്റംബർ വരെയുള്ളത് തന്നെ നോക്കിയോളൂ കേട്ടോ. പിന്നെ ഇനി ഞാൻ പറഞ്ഞത് ഇതുപോലെ 10,000 ഫാക്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കുറച്ചിതായിട്ട് നമ്മുടെ തൊഴിൽ വാർത്തയിൽ ഒരു പുതിയൊരു എന്താ പറയുക സെഷൻ തുടങ്ങിയിട്ടുള്ളതാണ്. ഇതുപോലെ പല സബ്ജക്റ്റുകൾ ടോപ്പിക്കുകൾ എടുത്തിട്ട് അതൊന്നും ഇങ്ങനെ 10,000 ഫാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കല്. അപ്പോൾ അത് നിങ്ങൾക്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് വായിച്ചെത്തിക്കുക. അപ്പോൾ അതൊരു നമ്മൾ റാങ്ക് ഫയൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു റിവിഷൻ പോലെ കൂടെ ഉപകാരപ്പെടും. ഇന്നത്തെ ഇപ്പോൾ കലാസാഹിത്യം കയറുന്ന, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം, എല്ലാ മേഖലകളും ഹിസ്റ്ററിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഇങ്ങനെ ഫാക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫാക്റ്റുകളുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി റാങ്ക് ഫയൽ പഠിച്ചിട്ട് ഉള്ളതാകുമ്പോൾ ഒരു റിവിഷൻ പോലെയും കൂടെ അത് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാക്സിമം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒറ്റ ഇരിപ്പിലൊന്നും ചെയ്യേണ്ട. 2-3 ദിവസമൊക്കെ എടുത്തിട്ട് ആഴ്ചയിൽ ഒരെണ്ണമല്ലേ, അപ്പോൾ ഒരാഴ്ച കൊണ്ട് തീർക്കുന്ന തരത്തിലായാലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആയാലും ഒന്ന് തീർത്ത് പോവുക. അപ്പോൾ കലാസാഹിത്യമൊക്കെ അങ്ങനെയാണ് പഠിക്കുന്നത്. കൂടുതലും ഞാൻ അതിങ്ങനെ ഡീപ്പായിട്ടൊന്നും കലാസാഹിത്യം സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയൊന്നും പഠിക്കുന്നില്ല. അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എങ്ങനെയാണ് നോക്കണേ. അപ്പോൾ റാങ്ക് ഫയൽ വെച്ചിട്ട് തന്നെയാണ് മെയിൻ നോക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതുപോലെ യൂട്യൂബിൽ ക്ലാസ് ഉണ്ടെങ്കിൽ ലക്ഷ്യയുടെ ക്ലാസ് ഞാൻ നോക്കാറുണ്ട്. പിന്നെ മറ്റ് ക്ലാസ്സുകളും നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വേറെയും നല്ല ചാനലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ ഏതാണെന്ന് വെച്ചാൽ നോക്കുക. അതുപോലെയാണ് കലാസാഹിത്യം. അല്ലാതെ കൂടുതൽ അങ്ങനെ ഡീപ്പായിട്ട് ഇങ്ങനെ തേടിപ്പോയിട്ട് പഠിക്കുന്ന രീതിയൊന്നുമില്ല കലാസാഹിത്യത്തിൻ്റെ പോർഷൻ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പഠനം. അപ്പോൾ ഇന്നത്തെ രാവിലെ ഞാൻ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് മെയിനായിട്ട് ചെയ്തത്. പിന്നെ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ വാർത്തയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ മോഡൽ. അപ്പോൾ അതിൽ ഡിഗ്രി ഉണ്ട്, LDC ഉണ്ട്, LGS ഉണ്ട്. അപ്പോൾ ഡിഗ്രി ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ LDCയും പിന്നെ LGSും ആണ് ചെയ്തത്. ഡിഗ്രിയും കൂടെ ചെയ്യാൻ ബോറടിച്ചു, 2 ചെയ്തപ്പോഴേക്കും ബോറടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ വന്നിട്ടുള്ള 2 LDCയും LGSും അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എന്താ പറയുക, LGS ഭയങ്കര എളുപ്പമായിരുന്നു. LDCയും കുഴപ്പമില്ലാത്തൊരു പേപ്പർ തന്നെയായിരുന്നു, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അത് ഒരെണ്ണം ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു ദിവസം നമ്മൾ മാത്സും ഇംഗ്ലീഷും മലയാളം എല്ലാം കറണ്ട് അഫെയർസ് എല്ലാം കൂടെ ഒരു എന്താ പറയുക റിവിഷൻ പോലെ നടക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാണ്. എല്ലാം ഒരുമിച്ചൊരു റിവിഷൻ നടക്കുകയാണ് ഒരു ദിവസം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഈ രാവിലെ ഉച്ച വരെയുള്ള ഒരു സമയത്ത് ഞാൻ ചെയ്ത ഇതാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വയ്യാത്ത കാരണം പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. കാരണം ഡിഗ്രി പ്രിലിംസ് ഇനി 30-ാം തീയതിയാണ് എക്സാം. അപ്പോൾ അതിന് വേറെ സമയങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് റിവിഷൻ ചെയ്യാന്നുള്ളൊരു മെത്തേഡ് തന്നെയുള്ളൂ. പുതിയതായിട്ട് ടൈം ടേബിൾ ഇട്ടിട്ട് പഠിക്കാനുള്ള നേരമൊന്നും ഇനിയില്ല. അപ്പോൾ റിവിഷൻ തന്നെയാണ് വേണ്ടത്. നല്ല രീതിയിൽ തന്നെ എത്ര പ്രാവശ്യം റിവിഷൻ ചെയ്യാൻ പറ്റുന്നോ അത്രയും പ്രാവശ്യം ഏറ്റവും ടഫുള്ള സബ്ജക്റ്റുകൾ ഈ ലാസ്റ്റ് നിമിഷത്തിൽ റിവിഷൻ ചെയ്യാം. ഓക്കെ, താങ്ക്